അസ്സലാമലൈക്കും. അപ്പോൾ ഇതെല്ലാവരും വന്നോളിട്ടോ. ഇന്ന് നമ്മൾ കുക്കറിൽ ചിക്കൻ ഷവായി ഉണ്ടാക്കുന്നത് അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വലിയൊരു കോഴി എടുത്തിട്ടുണ്ട്, അതിനകത്ത് കത്തി കൊണ്ട് വാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കൂട്ടാനുള്ള മസാലകളാണ് ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളകും പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, വെളിച്ചെണ്ണ നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ നല്ലോണം പെരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതിനിതേ നമ്മളെ കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കണം കേട്ടോ. കുക്കറിലേക്ക് വെളിച്ചെണ്ണ നല്ലോണം പാർന്നതിന് ശേഷം നല്ലോണം ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ എന്ത് കാട്ടണം, കയ്യും കാലൊക്കെ കെട്ടി വരിഞ്ഞ് മുറുക്കി സെറ്റാക്കി വെക്കണം കേട്ടോ. കാരണം സെറ്റാക്കിയിട്ടില്ലെങ്കിൽ കുക്കറിൽ കൊള്ളൂല. അപ്പോൾ തിരിച്ചും വേണം മറിക്കും വേണം. അപ്പോൾ അതിന് നമുക്ക് കെട്ടാക്കൽ നിർബന്ധം കേട്ടോ. അങ്ങനെ ഇതാക്കണി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കൊക്കെ തിരിക്കാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ തിരിച്ച് കാണുന്നത് ഒരു 10, 20, 25 മിനിറ്റോളം ഞാൻ ഈ ചിക്കനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ വല്യുള്ളി ഇട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒക്കെ ഇട്ട് നല്ല മസാല മൂത്തതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റോളം പിന്നെ നമ്മൾ ചെറു തീയിൽ വെച്ച് കണ്ടത് വേവിച്ചെടുക്കുക. ആ പാത്രത്തിലേക്ക് മാറ്റുക. അടിപൊളിയാട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചോറിനും പൊറാട്ടൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് സാധനം കേട്ടോ. അപ്പം നീ കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് വെറുതെ കാശ് കളയാൻ നിൽക്കണ്ട. അതിലേറെ ടേസ്റ്റ്